ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു വിഷയം പിക്ചർ സ്റ്റൈലിനെ കുറിച്ചാണ്. സോണിയുടെ ക്യാമറയിൽ ഇത് ക്രിയേറ്റീവ് സ്റ്റൈൽസ് എന്ന് കാണും. നിക്കോണിലും ക്യാനണിലൊക്കെ പിക്ചർ സ്റ്റൈൽസ് എന്ന് തന്നെയാണ് കാണുക. എനിക്ക് തോന്നുന്നു ചില നിക്കോൺ ക്യാമറയിൽ ഈ പേര് വ്യത്യാസമുണ്ട്. ക്രിയേറ്റീവ് സ്റ്റൈൽസ് സെറ്റ് പിക്ചർ കൺട്രോൾ എന്നാണ് നിക്കോണിൻ്റെ ചില ക്യാമറകളിൽ ഇത് കാണാറുള്ളത്. എനിവേ, ഇത് മൂന്നും ഒരേ അർത്ഥം തന്നെയാണ്, ഉദ്ദേശം ഒന്ന് തന്നെയാണ്. എന്താണ് പിക്ചർ സ്റ്റൈൽ? ഇത് ടെക്നിക്കലുള്ള വേർഡ് പിക്ചർ സ്റ്റൈൽ എന്നാണ്. ഇത് ക്യാനലിലാണ് ആ വേർഡ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് പിക്ചർ സ്റ്റൈൽ? പിക്ചർ സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളിപ്പം ഒരു സീൻ ഷൂട്ട് ചെയ്യണം, അതായത് ഒരാളിൻ്റെ മുഖം, ഒരു പോർട്രേറ്റ് ഷൂട്ട് ചെയ്യാണ്. ആ പോർട്രേറ്റിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും? സ്കിന്നൊക്കെ നല്ലപോലെ ഒരു സോഫ്റ്റായി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മുഖം നിങ്ങൾക്ക് കിട്ടണം. അധികം കോൺട്രാസ്റ്റും ഇതൊന്നും ഇല്ലാതെ നല്ല ഭംഗിയുള്ള ഒരു മുഖം കിട്ടണം. ഇനി വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു സീനറിയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരു പുഴയും കാടും മലകളും വീടൊക്കെയുള്ള ഒരു സീനറിയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിനകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സും നല്ല ക്രിസ്പി ഷാർപ്പായിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു മരങ്ങളൊക്കെ ആണെങ്കിലും നല്ല ഷാർപ്പായിട്ടുള്ള മരങ്ങളും നല്ല വൈബ്രൻറ്റ് കളേഴ്സൊക്കെയാണ് അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുക അല്ലേ. അപ്പം ഇങ്ങനെ ഓരോ സിറ്റുവേഷനും ഓരോ ഫോട്ടോയും നമ്മൾ ഡിഫറെൻ്റായ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യണം. അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഓപ്പൺ ചെയ്ത്, ഇപ്പം സീനറി ആണെങ്കിൽ അതിലെ കളേഴ്സിനെയൊക്കെ കോൺട്രാസ്റ്റും പിന്നെ സാച്ചുറേഷനൊക്കെ നല്ലപോലെ കൂട്ടി ആർട്ടിഫിഷ്യൽ ഷാർപ്നെസ് ഇൻക്രീസ് ചെയ്ത് നല്ലൊരു മനോഹരമാക്കി എടുക്കണം ഒരു പടം. ഇനി രണ്ടാമത്തെ ഒരു മുഖമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ മുഖത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു തെളിച്ചമൊക്കെ വേണം. അതിൽ കുറച്ച് മുടിയൊക്കെ നല്ല കറുത്ത് കാണണം, നല്ല സുന്ദരമായിട്ട് കാണണം. ഇനി വേറൊരു ചിത്രം വരുന്നതാണ് ആ ചിത്രം നിങ്ങൾക്ക് പക്ഷേ ഒരുപാട് കളേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ രീതിയിൽ കളേഴ്സിനെയൊക്കെ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 20-25 ഫോട്ടോസ് മാത്രമാണ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുക. കാരണം നിങ്ങൾ ഷൂട്ട് ചെയ്തു, വീണ്ടും കമ്പ്യൂട്ടറിലേക്ക് ഓപ്പൺ ചെയ്തു, എന്നിട്ട് അതിനെ ഈ പറഞ്ഞ രീതിയിലെല്ലാം പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് ഇറക്കുമ്പോഴത്തേന് നല്ലൊരു സമയം പോയി കിട്ടും. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ കമ്പനികൾ നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്ഷൻ തന്നതാണ് പിക്ചർ സ്റ്റൈൽ. ആ പിക്ചർ സ്റ്റൈലിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഓപ്ഷൻസ്, ഏകദേശം 8ഓളം ഓപ്ഷൻസ് ഉണ്ടാവും. 8 എനിക്കൊന്ന് 8 ചിലതിൽ 10 ഓപ്ഷൻസ് ഉണ്ട്. 10 3 കസ്റ്റം പിക്ചർ സ്റ്റൈലായിരിക്കും, 1 ഓട്ടോമാറ്റിക്കും ആയിരിക്കും. ഓക്കെ, ഇനി ഓട്ടോമാറ്റിക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആദ്യം നോക്കാം. അതായത് ഈ പിക്ചർ സ്റ്റൈലിൽ 4 കാര്യങ്ങളാണ് ക്യാമറ പ്രധാനമായിട്ടും നോക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്. ഒന്ന് ചിത്രത്തിൻ്റെ ഷാർപ്നെസ്, രണ്ടാമത്തത് ആ ചിത്രത്തിൻ്റെ കോൺട്രാസ്റ്റ്, മൂന്നാമത്തത് അതിൻ്റെ സാച്ചുറേഷൻ, നാലാമത്തത് ടോൺ. ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യം പറഞ്ഞ അതിൻ്റെ ഷാർപ്നെസ്? ലെൻസ് നിങ്ങളുടെ ഫ്രെയിമിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയയിലുള്ള ഒബ്ജക്ട്സിനെ ഷാർപ്പാക്കിയിട്ട് നിങ്ങളുടെ സെൻസറിലേക്ക് കൊടുക്കും. ഇത് പിക്ചർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിന് ശേഷം അപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു എഫക്റ്റാണ് കേട്ടോ. നമ്മൾ നേരത്തെ വൈറ്റ് ബാലൻസ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഷൂട്ടിങ്ങിന് ശേഷം പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഈ പിക്ചർ സ്റ്റൈൽ. അപ്പോൾ ഫസ്റ്റിൽ ആർട്ടിഫിഷ്യൽ ഷാർപ്നെസ്, അതായത് നിങ്ങളുടെ ലെൻസ് ഷാർപ്പാക്കി കൊടുത്ത ഒരു ഇമേജിനെ നിങ്ങൾ ഒരു ഡിജിറ്റൽ സംവിധാനം വെച്ച് ഒന്നുകൂടി ഷാർപ്പൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഷാർപ്പൻ്റെ ടൂള് നിങ്ങൾക്ക് 0 ഉണ്ടാവും, അല്ലെങ്കിൽ പ്ലസ്സിലോട്ടാണെങ്കിൽ 5 സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ മൈനസിലോട്ടാണെങ്കിൽ 5 സ്റ്റെപ്പ് കുറക്കാം. അതായത് നിങ്ങൾ വന്ന ഇമേജിന് ആർട്ടിഫിഷ്യലായിട്ട് നിങ്ങൾക്ക് 5 സ്റ്റെപ്പ് ഷാർപ്നെസ് കൂട്ടുകയും ചെയ്യാം, അല്ലെങ്കിൽ 5 സ്റ്റെപ്പ് ഷാർപ്നെസ് കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നത് കോൺട്രാസ്റ്റ് ആണ്. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 കളറുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അത് തമ്മിൽ ഒരു പച്ച കഴിഞ്ഞിട്ട് ചുവപ്പ് തുടങ്ങുന്നിടത്ത് എത്രത്തോളം ഗ്രാജുവലായിട്ടുള്ള മാറ്റങ്ങളുണ്ട് എന്നതാണ് പ്രധാനമായിട്ട് ഇതിൽ നോട്ടിഫൈ ചെയ്യപ്പെടുക. അപ്പം ഇത് തമ്മിൽ നിങ്ങൾ ഈ കോൺട്രാസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ, വളരെയധികം കോൺട്രാസ്റ്റ് കൂടിയാൽ നിങ്ങൾക്ക് ഈ 2 കളേഴ്സും തമ്മിൽ, അതായത് ഇപ്പം ടീയുടെ ഭാഗത്തു നിന്നും നെറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കറുപ്പിൽ നിന്നും ഗ്രാജുവലായിട്ടാണ് അത് നിങ്ങൾക്ക് സ്കിൻ ടോണിലേക്ക് മാറി വരുന്നത് അല്ലേ. കോൺട്രാസ്റ്റ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ കറുപ്പ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്കിന്നിൻ്റെ കളർ കിട്ടും. അവിടെ ഒരു ഗ്രാജുവലായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഒരുമാതിരി പെയിൻറ്റ് വാരിത്തച്ച പോലെയുള്ള ഒരു ഫീല് കിട്ടും. ഓക്കെ, ഇനി തിരിച്ച് കോൺട്രാസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇവ തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഇല്ലാത്ത രീതിയിലേക്ക് വരികയും ചെയ്യും. അതായത് കറുപ്പിൽ നിന്ന് വെളുപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു കറുപ്പിനും വലിയ കറുപ്പും ഉണ്ടാവില്ല, വെളുപ്പിനും വലിയ വെളുപ്പും ഉണ്ടാവില്ല. ആ രീതിയിലുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇനി മൂന്നാമത് വരുന്നതാണ് സാച്ചുറേഷൻ. സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പച്ച കളറാണെങ്കിൽ ആ പച്ച കളറിന് എത്രത്തോളം തിളക്കം വേണം എന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ മഞ്ഞ കളറാണെങ്കിൽ മഞ്ഞ കളറിന് എത്രത്തോളം മഞ്ഞ അതിനകത്ത് ഇൻറ്റൻസിറ്റി, യെല്ലോയിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ടാവുന്നത്. ഓരോ നിറത്തിനും അതിൻ്റെ ആക്ച്വൽ ഇൻറ്റൻസിറ്റി എത്രത്തോളം തിളക്കം വേണം എന്ന് തീരുമാനിക്കുന്നതാണ് സാച്ചുറേഷൻ. നാലാമത് വരുന്ന ഒരു കൺട്രോളാണ് ടോൺ. ടോൺ നമ്മൾ വൈറ്റ് ബാലൻസിൽ സെറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത്. നിങ്ങൾക്ക് കിട്ടുന്ന ചിത്രങ്ങളെല്ലാം ഒരു പൊടിക്ക് നീലയോ ഒരു പൊടിക്ക് മഞ്ഞയോ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടോണിലുള്ള കാര്യങ്ങളും സെറ്റ് ചെയ്ത് നോക്കാം.